പ്രേക്ഷകർക്ക് അറിയാവുന്ന പോലെ തന്നെ കേന്ദ്ര ബജറ്റ് ദിനമാണ്. വിവാദ പരാമർശമായി ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്ത് വരുന്നു. പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് ആദ്യം സഹായം നൽകുന്നത് എന്നാണ് ബജറ്റുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിലപാട്. കേരളം പിന്നാക്കമാണെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കൂ എന്നാണ് ജോർജ് കുര്യൻ പറയുന്നത്. പ്രതികരണത്തിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ. അപ്പോൾ കിട്ടും. ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ്, ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും. കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയാണ് തീരുമാനിക്കല്ല. ഗവൺമെന്റ് അല്ലല്ലോ. നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് പറയാറില്ലേ? അതിന് മുതലാളിമാർ ചോദിക്കും, ഞങ്ങൾ മുതലാളിമാരായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുഴപ്പം എന്ന് ചോദിച്ചാൽ പാവപ്പെട്ടവരെന്ത് ചെയ്യും? അവർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഞങ്ങൾക്കും വേണം എന്ന് പാവപ്പെട്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അച്യുതൻ, കേരളത്തിനെ അവഗണിച്ചോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണോ അദ്ദേഹത്തിന്റെ വിശദീകരണം? ഉന്മേഷ, ഈ പ്രതികരണത്തിനുള്ള പശ്ചാത്തലം എന്നുള്ളത് കാലാകാലങ്ങളായി കേരളം ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളിൽ ഈ ബജറ്റ്, ഇതുവരെയുള്ള ബജറ്റിലും ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിച്ച ഒരു ചോദ്യത്തിനാണ് ഈ വിചിത്രമായ വാദം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നടത്തിയത്. അതായത് നിലവിൽ നോർത്ത് ഈസ്റ്റിന്റെയും ജമ്മു കാശ്മീരിന്റെയും അടക്കം വികസനങ്ങൾ നടത്തി നിലവിൽ ഈസ്റ്റ് മേഖല, അതായത് കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വികസനത്തിനായി ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതായത് ബീഹാർ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് ആ പരിഗണനയിൽ വരുന്നത്. മാത്രമല്ല, ഏറെ വിചിത്രമായ വാദം എന്നത് പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് സഹായം ആദ്യം. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പോൾ സഹായം ലഭിക്കുമെന്നായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ആ ഒരു പ്രസ്താവന. റോഡില്ല, വിദ്യാഭ്യാസമില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് പരിശോധിച്ച് ഒരു കമ്മീഷൻ പരിശോധിച്ച് അത് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് നൽകും. അപ്രകാരം ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന തരത്തിലാണ് ജോർജ് കുര്യന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലെ ഒരു വിചിത്രമായ വാദമായിരുന്നു ജോർജ് കുര്യൻ നടത്തിയത്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്.